അപ്പൊ സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണോ? മതം ആർക്കും അത് സമ്മതം കൊടുത്തിട്ടില്ല. ആണിനും പെണ്ണിനും അതിൽ വ്യത്യാസമല്ലേ? ആർക്കും അതിന് സമ്മതം കൊടുത്തിട്ടില്ല. കണ്ട പുരുഷനെയും സ്ത്രീകളെയും ഒക്കെ എതിർലിംഗത്തിലുള്ള ആളുകൾ പ്രേമിച്ചും കാമിച്ചും അവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടും നടക്കുമ്പോഴേ സ്വാതന്ത്ര്യമുള്ളൂ എന്നാണോ? മതം അതിന് സമ്മതം കൊടുക്കണില്ല. ആണിനും കൊടുക്കണില്ല, പെണ്ണിനും കൊടുക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. സാമൂഹിക വിപത്തുകളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കുടുംബപരമായ വലിയ തകർച്ചയെ കുറിച്ച് തൽക്കാലം ഞാൻ പറയുന്നില്ല. പറയാനുള്ളത് വെടുപ്പായിട്ട് നമുക്ക് പറയാം. ആണിനും പെണ്ണിനും ഇത്തരം സ്വാതന്ത്ര്യം മതം നൽകിയിട്ടേയില്ല. ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും, ഇതുവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളുണ്ടാകും, മാനസികമായ വലിയ പ്രശ്നങ്ങളുണ്ടാവും, ആത്മഹത്യകളുണ്ടാവും, അവിഹിത ഗർഭങ്ങളുണ്ടാകും, നിരവധിയായ ജാരസന്താനങ്ങളുണ്ടാകും. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതല്ലേ, 40-40 കോടി താഴെ ജനങ്ങളുള്ള അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങളുണ്ട് എന്നുള്ളത്. സ്വാതന്ത്ര്യം അനുഭവിച്ചതാണ് അവർ. 30% ലണ്ടനിലെ സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ പേരോ നാടോ അഡ്രസ്സോ അറിയില്ല എന്നുള്ളത് സ്വാതന്ത്ര്യം അനുഭവിച്ചതിന്റെ ഫലമാണിത്. ഈ കുട്ടിക്ക് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? ഈ സ്ത്രീ മാത്രം. ഈ കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ടത് സ്ത്രീകളുടെ മാത്രം ബാധ്യത. പുരുഷൻ അവന്റേതായ നിർവൃതിയോടുകൂടി അവൻ രക്ഷപ്പെട്ടു. ഇത് പാടില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു ബന്ധത്തിൽ കുട്ടി ജനിക്കണമെന്നും ആ കുട്ടിയുടെ സംരക്ഷണം മാതാവും പിതാവും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നും മതം പറയുന്നു. അതോടുകൂടെ സ്വാതന്ത്ര്യം കളഞ്ഞു എന്നാണോ?